ഞങ്ങളിവാനിൽ ഉയർത്തിക്കെട്ടും മാനവമോചന മുദ്രാവാക്യം ഞങ്ങളി മണ്ണിൽ ശാശ്വതമാക്കും. വിപ്ലവത്തിന്റെ കനൽ വഴികളിൽ പതറാത്ത പോരാട്ടവീര്യമായി ജ്വലിച്ചു നിന്ന സഖാവ് AK രവീന്ദ്രൻ വിടവാങ്ങിയിട്ട് ഇന്ന് ഒരാണ്ട് തികയുന്നു. ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞ ആ സൗമ്യമായ പുഞ്ചിരി മാഞ്ഞെങ്കിലും ഇരുട്ടിയുടെ ഓരോ മൺതരിയിലും വിപ്ലവാവേശത്തിന്റെ കണ്ണീരോർമ്മയായി അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. ചാവശ്ശേരി കാളാന്തോട്ടെ ആ വീട്ടിൽ നിന്നും പൊതുപ്രവർത്തന രംഗത്തേക്ക് നടന്നുകയറിയ അദ്ദേഹം സാധാരണക്കാരന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള കല്ലുവെട്ട് തൊഴിലിൽ നിന്നും ജനഹൃദയങ്ങളുടെ നായകനായി വളർന്നത് കഠിനാധ്വാനവും പ്രസ്ഥാനത്തോടുള്ള കൂറും ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ചാവശ്ശേരി ലോക്കൽ സെക്രട്ടറി എന്ന നിലക്കും വർഗ ബഹുജന സംഘടന എന്ന നിലക്ക് CITUവിൻ്റെ അനിഷേധ്യ നേതാവായും ത്യാഗപൂർണമായ നിലയിൽ മാതൃകാ കമ്മ്യൂണിസ്റ്റായിട്ടാണ് സഖാവിൻ്റെ ജീവിതം ഈ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത്. നടുവനാട് സമദർശിനി ഗ്രന്ഥാലയത്തിലൂടെ അറിവിന്റെ ലോകത്തേക്ക് വിരൽ ചൂണ്ടിയ അദ്ദേഹം പിന്നീട് ലൈബ്രറി കൗൺസിൽ ഭാരവാഹിയായും CPIM ഏരിയ കമ്മിറ്റി അംഗമായും ജനകീയ കൗൺസിലറായും മാറി. പാർട്ടി പ്രസ്ഥാനം നേരിട്ട ഓരോ പ്രതിസന്ധിയിലും ചുവന്ന പ്രതിരോധം തീർത്ത അദ്ദേഹം കള്ളക്കേസുകളെയും ജയിൽവാസത്തെയും നിർഭയനായി നേരിട്ടത് വരും തലമുറയിലെ വിപ്ലവകാരികൾക്ക് വലിയൊരു ആവേശമാണ് പകർന്നു നൽകിയത്. സ്നേഹവും സൗമ്യതയും വിപ്ലവാവേശവും ഒരുപോലെ സമ്മേളിച്ച ആ സ്മരണകൾക്ക് മുന്നിൽ ഇന്ന് കണ്ണീരോടെ നാട് പ്രണാമമർപ്പിച്ചു. രാവിലെ 8:30 കാളാന്തോട്ടെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും കുടുംബാംഗങ്ങളും പങ്കുചേർന്നു. പ്രിയ സഖാവിനോടുള്ള ആദരസൂചകമായി ചുവന്ന പൂക്കൾ അർപ്പിക്കുമ്പോൾ പലരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. CPIM ഇരിട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KV സക്കീർ ഹുസൈൻ, PP അശോകൻ, ഉസ്മാൻ, V വിനോദ് കുമാർ, മനോജ്, പ്രേമനിവാസൻ, N രാജൻ തുടങ്ങിയ നേതാക്കൾ AK രവീന്ദ്രനെ അനുസ്മരിച്ച് സംസാരിച്ചു. തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടിയും സഖാവ് നേതൃപരമായ പങ്കുവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇരിട്ടി നഗരസഭ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹം നടത്തിയ സേവനങ്ങളെ പരാതികളില്ലാത്ത രാഷ്ട്രീയ ജീവിതമായി ഇന്നും ജനങ്ങൾ ഓർക്കുന്നു. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.